ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇസ്രായേൽ പല വിധത്തിൽ ഇറാന് മേൽ പലയിടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഇറാൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഈ ഒരു തിരിച്ചടി ഇതിലുണ്ടാവുക എന്നതാണ്. ഇറാനിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് US ഇസ്രായേൽ അറ്റാക്ക് എന്ന് തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ആക്രമണം എന്ന നിലയ്ക്കാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇസ്രായേൽ ഒഫീഷ്യലി ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. തങ്ങളൊരു പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് തങ്ങൾക്കെതിരായ ഒരു അപകട ഭീഷണിക്കെതിരെ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രതിരോധം എന്ന നിലയ്ക്ക് ആക്രമണം നടത്തുന്നു എന്നാണ് ഇസ്രായേൽ ഭാഷ്യം. പക്ഷേ സമാധാന ചർച്ചകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ഇങ്ങനെയൊരു നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ലോകത്തെ തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുകയാണ്. അശ്വത്ത് തുടരുന്നുണ്ട്. അശ്വത്ത്, എനിക്ക് തോന്നുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം പ്രതികരണങ്ങൾ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ വരും മണിക്കൂറിൽ വന്നേക്കാം. ഇന്ത്യയും ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ സാധ്യതയുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും അവിടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തിയതിനൊക്കെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മറിയുന്നത്. എന്തെങ്കിലും ഇറാൻ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ പറയുന്ന വിവരങ്ങളെ നമുക്ക് പുറത്തു വരുന്നുള്ളൂ. ഇറാൻ സേനയോ സർക്കാരോ ഈ ഒരു ആക്രമണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, തിരിച്ചടിയുടെ സൂചനകൾ നൽകുന്നുണ്ടോ? ഔദ്യോഗികമായി ഇറാൻ നിലവിൽ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. പക്ഷേ ഇപ്പോൾ മറ്റൊരു വാർത്ത പങ്കുവെക്കാനുള്ളത്, അതായത് അമേരിക്കൻ മാധ്യമമായ CNN പോലും റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ജോയിന്റ് അറ്റാക്കാണ്, അഥവാ അമേരിക്കയുമായി കോർഡിനേറ്റ് ചെയ്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് എന്നിപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളും വാർത്ത പുറത്തുവിടുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ മിനിറ്റിലൊക്കെ പറഞ്ഞതാണ്, ഇത് ഏറെക്കുറെ ഒരു മണിക്കൂറിനകം തന്നെ ഈ അമേരിക്കയുടെ പങ്കാളിത്തം സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു പിക്ചർ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ചിത്രം വ്യക്തമാകുമെന്ന് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ആ കാര്യം പങ്കുവെക്കുന്നു. അമേരിക്കയുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ്, അമേരിക്കയുമായി പങ്കുചേർന്നുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എന്ന് ദിവിഷ് അപ്പോൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കൂടി അറിവോടെയാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയാണ് ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ അതിൻ്റെ പുരോഗതിയിൽ തൃപ്തിയില്ല എന്ന് അറിയിക്കുമ്പോൾ പോലും ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് അമേരിക്ക എന്തുകൊണ്ട് പോയി? പറഞ്ഞ പോലെ ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക, സമ്മർദ്ദത്തിലാക്കുക, തങ്ങളുടെ വഴിക്ക് വരുത്തുക എന്നതിൻ്റെ ഒക്കെ ലക്ഷ്യം വെച്ചാണോ ഈ ഒരു നീക്കം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവും. കാരണം ഈ കഴിഞ്ഞ മൂന്നാം ഘട്ട ചർച്ചയിലും കഴിഞ്ഞ ദിവസം നടന്ന മൂന്നാം ഘട്ട ആണവ ചർച്ചയിലും അതിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട് US ഒഫീഷ്യൽ സ്ഥിരീകരിച്ചതായിട്ട് അമേരിക്കയും ഈ സ്ട്രൈക്കുകളുടെ. അതെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇസ്രായേലി സൈന്യത്തിലെ ഒരു ഒഫീഷ്യലും ഒപ്പം അമേരിക്കൻ